ഗൾഫിൽ വന്നിട്ടേ മീൻ കിട്ടൂല എന്ന് മിക്ക ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മീനല്ല, ഇറച്ചിയാണ്, കോഴിയാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ചിക്കനെക്കാട്ടിയും ബീഫിനെക്കാട്ടിയും ഒക്കെ ഇവിടെ മീൻ തന്നെയാണ് കൂടുതൽ. നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടിയും കൂടുതൽ മീനാണ് ഇവിടെ ഉള്ളത്. ഇഷ്ടം പോലെ മീനുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല, ഇഷ്ടം പോലെ മീൻ, നല്ല മീൻ ഇവിടെ കിട്ടും. ഞങ്ങൾ ഒന്നായിട്ട് കൊണ്ടു നോക്കും. ഒരാഴ്ചക്കുള്ള മീൻ, വലിയ വലിയ മീൻ തന്നെ കൊണ്ടുവന്ന് നോക്കും. 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ചിക്കനാ മട്ടൻ ബീഫ് എന്തെങ്കിലുമൊക്കെ വാങ്ങുക. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം മീനാണ്. പെണ്ണുങ്ങൾ ഇതിനൊന്ന് മെനക്കെടാൻ നിൽക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് മീൻ വാങ്ങൂല. അത് മുറിക്കാനും പിന്നെ ജോലിയുള്ളവരാണെങ്കിൽ കുറച്ച് തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ വേഗം ചിക്കൻ അങ്ങോട്ട് വാങ്ങിക്കായിട്ട് കറി ഉണ്ടാക്കിയിട്ട് പോകും. വീട്ടിലിരിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മീൻ നല്ലോണം കിട്ടും. അവിടെ മീൻ കിട്ടില്ല എന്ന് പറയുന്ന വെറുതാണ്. അങ്ങനെയൊക്കെ മീനൊക്കെ കട്ട് ചെയ്ത് നമ്മളെ കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾക്കിതിന് വേണ്ട മസാല ഉണ്ടാക്കാം. ഞാൻ അരച്ചിട്ടാണ് മസാലകൾ ഉണ്ടാക്കൽ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി എടുക്കും ഞാൻ, മഞ്ഞൾപ്പൊടി, വേപ്പിനില, പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ അരച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യണം. അപ്പം മീൻ കുട്ടപ്പികളൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവരൊക്കെ മേക്കപ്പ് ചെയ്തെടുക്കണം. അതിന് മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരെ സുന്ദര കുട്ടപ്പന്മാരാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ മസാല അരച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് നമുക്ക് കഴിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് മസാല ഒക്കെ എല്ലാം കൂടെ അരച്ചതാണ് കേട്ടോ. ഞാൻ അതിൽ കുറച്ച് പുളിവെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ കുട്ടപ്പന്മാരെല്ലാവരും സുന്ദരിമാരായി മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടെ ഇട്ട് വെക്കാം കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് വെക്കാം. ഞാനിത് ഫ്രീസറിൽ വെക്കുന്ന ഒരു പാത്രമാണ്. ഇവിടെ എൻ്റെ ഭക്ഷണം കൊടുന്നപ്പോഴുള്ള പാത്രം ഞാൻ എടുത്ത് വെക്കും. കാരണം മീൻ മസാല വരട്ടി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ഫ്രീസറിലേക്ക് എടുത്തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇത് 2 ദിവസത്തിനുണ്ടാവും ഞങ്ങൾക്ക് വറുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മീൻ പാത്രത്തിലേക്ക് മസാല ഒക്കെ പരട്ടി വെച്ച് ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 2 ദിവസത്തിനുണ്ടാവും ഞങ്ങൾക്കിത്. ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ഷെയർ ചെയ്യണം, കാണണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം.